Hi, welcome back, and this vlog about what we do before going to college. Up to the sun so bright, sky so blue, everything's right. Birds singing, trees sway slow, just another day to let go. Oh, sunny morning, I'm feeling fine. Take a deep breath, yeah, life's divine. No worries, no cares in sight, just me and the morning light. രാവിലെ എണീറ്റിട്ടുള്ള ഫ്രഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മളെ കിച്ചണത്തെ കലാപരിപാടികൾ. അവിടെ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞങ്ങളൊന്നും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ച്, നൈറ്റിനുള്ള ഡിന്നർ എല്ലാം ഞങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കും. കോളേജിലേക്ക് പോകുന്ന മുമ്പ് അധികം ദിവസം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് 1-2 ദിവസം ഞങ്ങൾക്ക് രാവിലെ 9 o'clock ക്ലാസ് ഉള്ളു. അപ്പൊ പിന്നെ ആ ടൈമിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോ ന്യൂഡിൽസ് അല്ലെങ്കിൽ മക്രോണി അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ വെറൈറ്റി ഉണ്ടാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 11 o'clock ഞങ്ങൾ ക്ലാസ് അല്ലെങ്കിൽ ഹോളിഡേന് അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ ലാവിഷ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് വേണ്ടത്, പിന്നെ മസാല ദോശ എന്ത് ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കും. രാവിലെ തന്നെ എണീറ്റ് ഒരാൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ അടുത്ത ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അവർ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഒരാൾ കിച്ചണിൽ വരുമ്പോൾ തന്നെ ക്ലീനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു കിച്ചണിൽ വരും. അങ്ങനെയൊക്കെ കൂടി അങ്ങോട്ടും ഷെയർ ആക്കിയിട്ട് ചെയ്യും. ഈ ഒരു ബോട്ടിൽ വെള്ളം രാവിലെ എണീറ്റ് വന്നിരും 2 ആൾ കുടിക്കും. ഈ ബോട്ടിൽ ഫുള്ള് കുടിക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 വെള്ളം കുടിക്കും. കാരണം ഞാൻ വെള്ളം കുടിക്കുന്നതായിട്ട് നല്ല ബാക്കിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്നൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടില് ഉമ്മച്ചിയൊക്കെ വെള്ളം കുടിക്കി പറയുമ്പോൾ നമുക്കൊരു മൈൻഡ് ഉണ്ടല്ലോ. പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളോട് ആരെങ്കിലും ഒരാൾ ചെയ്യുക പറയുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവിടെ വന്ന് ഒറ്റക്ക് നിൽക്കുകയാണ്, വേറെ ആരും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളെ ഹെൽത്ത് നമുക്ക് നോക്കണം എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളത് ചെയ്യും. ഇനി അതൊക്കെ എന്തൊക്കെ ആവട്ടെ. ഇനി അടുത്തതാണ് മെയിൻ കലാപരിപാടി. ആർക്കും അറിയാത്ത നമ്മളെ ന്യൂഡിൽസ് ഉണ്ടാകാൻ പോവാം. ഫസ്റ്റ് നമ്മൾ സ്റ്റവ് ഓണാക്കി ചട്ടി വെച്ചു. ഈ പാത്രം യൂസ് ചെയ്യുന്നൊന്നും ചോദിക്കേണ്ട. ഹോസ്റ്റലിലോ PG ആവുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന പാത്രങ്ങളുടെയും പരിമിതി മൂലം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മളെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല പാത്രത്തൊക്കെ സെർവ് ചെയ്ത് വെച്ച് നമുക്ക് കോളേജിൽ പോകാനുള്ള യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോവാം. കിട്ടാത്ത ഇരിക്കണ്ടാ എങ്ങനെയുണ്ട്? ഇത് നല്ല ടേസ്റ്റ് തോന്നിയാ? 2 ഫ്ലേവർ അല്ലേ? ചിക്കനോ? എനിക്ക് അറിയുന്നത് ചട്പട്ട് മസാല എന്തോ സംഭവം. യോഗ ക്ലാസ് ആണ്. ഡെയിലി ഫുഡൊന്നുമല്ല. ഞങ്ങൾ ടൈം അധികം ദിവസം നമ്മൾ മറ്റേ സൺഡേ ഉണ്ടാക്കും. പിന്നെ ഈ സെമിന് കൂടുതലും 11 o'clock ക്ലാസ് ദിവസങ്ങളിലൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കും. ക്ലാസ് ചെയ്യാത്ത ഹോളിഡേ ദിവസങ്ങളിലൊക്കെ അല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ട. നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കും. എല്ലാ ഫുഡും ഉണ്ടാക്കും. പിന്നെ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് രാവിലെ കോളേജിലേക്ക് പോകുമ്പോ ഞങ്ങൾ ഓൺ ഫുഡാണ്, PG ആണ്. അപ്പൊ എങ്ങനെയാ എന്താ പറയാ, ചിലവർ എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുന്ന, കോളേജിൽ പോകുന്ന, പഠിക്കണേ, എങ്ങനെയാലും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റൂം എടുക്കുമ്പോ അവള് പറഞ്ഞു എല്ലാം കൂടെ നമുക്ക് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഫുഡ് ഉണ്ടാക്കും നമ്മള്. ഇന്ന് ന്യൂഡിൽസ് ആണ് എന്ന് വെച്ചാൽ ഇന്ന് ന്യൂഡിൽസ് ആവുന്നില്ല. ഞങ്ങള് ഫുഡ് എല്ലാവരും നന്നായി ഫുഡ് ഉണ്ടാക്കലുണ്ട്. എല്ലാവരും നന്നായി ഫുഡ് കഴിക്കലുണ്ട്. അപ്പൊ ജസ്റ്റ് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്ത ഇത്രയും ടൈം ബാക്കിയാണ്. ഇനി 11 o'clock ക്ലാസ്. ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇനി എടുക്കില്ല. ഇങ്ങനെ അതുകൊണ്ട് വീണതാണ് കണ്ണുകൾ കുറച്ചു. ഞാൻ സംബന്ധിച്ച് നല്ല വലുതുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ പോയതാ. ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടോ ഇതെടുത്തോ ഇതുപോലെ വേണം. ഈ കപ്പ് ആരെങ്കിലും വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴേ അത് നന്നായി ശ്രദ്ധിക്കാം. ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലേ. കാരണം ഇത് കണ്ടിട്ടിപ്പോ ഇതിപ്പോ കുറച്ച് പൊങ്ങിയിട്ടാണ് ഇതാവുണ്ടാ. മറ്റേത് ഇത് കുറച്ച് പൊങ്ങിയിട്ടൊക്കെ എടുക്കാണ്. പക്ഷെ ഇത് കറക്റ്റ് നല്ല പ്രസ് ആയി കിടക്കുമ്പോ നമ്മള് ഇതിന്റെ ഒരു ഇതുപോലെ ഒരു കപ്പ് ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഈ ഇട കൂടെ എന്ത് ചെയ്യും വെള്ളം നമ്മള് ഇതിപ്പോ നമ്മള് വാങ്ങിച്ചൊരു 1 year ആയി ഉണ്ടാവുള്ളൂ. പക്ഷെ അധികം ഹോസ്റ്റല് അതേപോലെ ഇങ്ങനെയൊക്കെ പുറത്തു പോകുന്ന പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. കാരണം ഇത് കാടിന് വൃത്തിയൊക്കെ ഉണ്ടാകുമ്പോ
നമ്മള് മിക്ക കുട്ടികളുടെ കയ്യിലും വാങ്ങിച്ചിട്ട് ഇത് പിന്നെ ഇത് ടോപ്പുള്ള ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പൊ ഹോസ്റ്റലിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ല ബെറ്റർ ആകുമ്പോ എല്ലാവരും യൂസ് ചെയ്യാം. പറഞ്ഞെന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് എത്രയോ ഇയറായിട്ട് നമ്മൾ യൂസ് ചെയ്തോണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ വെള്ളം ഇറങ്ങി എന്താവും ഒരു ബ്ലാക്ക് കളറിലെ എന്തോ ഒരു അത് തുറന്നു നോക്കുമ്പോ ഇതില് ഫുള്ളൊരു ബ്ലാക്ക് ഒരു എന്താ പറയാ എന്തോ ഒരു ഫംഗസ് പോലെ എന്തോ ഒരു സംഭവം നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ല ജിഷാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ അത്ര അധികം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളൊരു 1 year ആയിട്ടുള്ള യൂസിങ് തുടങ്ങിയത്. അത് ഹോസ്റ്റലിൽ പോകുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ പക്ഷെ ഓരോ വീടുകളിൽ എത്ര ഇയറായിട്ട് നമ്മൾ കപ്പൊന്നും ഒരു 1 year 2 year ആകുമ്പോൾ എടുത്ത് ഒഴിവാക്കുക അങ്ങനത്തെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നല്ല കപ്പൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം. ഞാൻ എന്താ വെച്ചാൽ ഈ ഇൻഫർമേഷൻ തന്നെ ചെറിയ കുട്ടികളൊക്കെ നല്ല യൂസ് ചെയ്തിരുന്നത് ഇതിങ്ങനെ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ആക്കിട്ട് അതിനടുത്ത് യൂസ് കണ്ടിട്ട് നമുക്കൊരു അപ്പൊ ഇനി യൂസ് ചെയ്യുന്നവര് ശ്രദ്ധിക്കാം. നിങ്ങൾക്കറിയുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഒരു കോള് വരെ എന്തോ കോളേജിൽ നിന്ന് എന്തോ വന്നപ്പോൾ അങ്ങനെ അതിൽ ബിസിയായി. അപ്പൊ ഞങ്ങൾ കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോളേജ്, ശ്രീനിവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 15 minute ഡിസ്റ്റൻസ് ആണെന്ന് എന്തോ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.